നിങ്ങൾക്കൊക്കെ അറിയാവുന്നവരെ ഞാനൊരു സുന്നി ഫണ്ടമെൻ്റലിസ്റ്റാണ്, ഒരു പക്ഷപാത സുന്നി എന്ന് വേണമെങ്കിൽ ചില ആളുകൾ എന്നെ പറയും. ഞാൻ സെൻട്രൽ നിൽക്കുന്ന ഒരാളാണ്. അതേ സമയത്ത് നിലവിൽ ഒരു എൻ്റെ വീക്ഷണക്കാരനായ ഒരാൾ സൗദി അറേബ്യയിൽ ഉണ്ടെങ്കിൽ അയാൾ എൻ്റെ വീക്ഷണപ്രകാരം അയാൾ ആ ഭരണകൂടത്തിന് എതിരായിരിക്കും മാനസികമായി, പക്ഷെ എതിരാകാൻ പാടില്ല. ഒരു ന്യൂട്രൽ നിലപാടിലായിരിക്കും അയാൾ വിവേകത്തോടുകൂടെ ക്ഷമിച്ചു നിൽക്കണം. അപ്പൊ നമ്മൾ അനീതി കണ്ട പിന്നെ പുറത്ത് പ്രതികരിക്കണ്ട, 100% പ്രതികരിക്കണം. സായുധ വിപ്ലവം നടത്തലല്ല, പ്രബോധനം നടത്തണം. അതാണ് പണ്ഡിത ധർമ്മം. ആ പണ്ഡിതനനുസരിക്കലാണ് പൊതുജനത്തിന് ധർമ്മം. സായുധ വിപ്ലവമല്ല. സായുധ വിപ്ലവം ദഅവത്ത് രണ്ടാണ്. മനസ്സിലായില്ല? മനസ്സിലായി. സത്യത്തെയും അസത്യത്തെയും വ്യവിച്ഛേദിച്ചു കൊടുക്കുക എന്നതാണ് പ്രബോധകന്റെ ധർമ്മം. ആ പ്രബോധകന്റെ കൂടെ നിൽക്കലാണ് വിവേകികളായ പൊതുജനത്തിന്റെയും ധർമ്മം. ഭരണാധികാരി അക്രമിയായിരിക്കാം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇപ്പൊ സദ്ദാം ഹുസൈൻ, ഞാൻ സദ്ദാം ഹുസൈനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരാളല്ല. ശരിയാണ്, ഞങ്ങൾ ഈ കാര്യം ഡിസ്കസ് ചെയ്തു. ഭാഗികമായി പോലും അംഗീകരിക്കുന്ന ഒരാളല്ല. പക്ഷെ സദ്ദാം ഹുസൈൻ കൊല ചെയ്യപ്പെട്ടതിന് ഞാൻ എതിരാണ്. ഞാൻ മുഅമ്മർ ഗദ്ദാഫി അംഗീകരിക്കുന്ന ഒരാളല്ല. പക്ഷെ അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നതിന് സാമ്രാജ്യത്വ ശക്തികൾ പിന്നിൽ നിന്ന് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതിന് 100% ഞാൻ എതിരാണ്. എന്നാൽ ഈ രണ്ട് വ്യക്തികളും ഏകാധിപതികളാണ്. അള്ളാഹുവിന്റെ അടുക്കൽ മതപരമായ വീക്ഷണത്തിൽ കുറ്റക്കാരാണ്. അതേസമയത്ത് ഈ രണ്ട് ഏകാധിപതികളും ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ പ്രബോധനം നടത്തുക എന്നത് മാത്രമാണ് പണ്ഡിതധർമ്മം, പ്രബോധനധർമ്മം. സായുധ വിപ്ലവം നടത്തൽ അല്ല. സായുധ വിപ്ലവം നടത്തിയാൽ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നത്തിന് മറുമരുന്നുണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. ഇപ്പം ലിബിയ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇറാഖും ലിബിയയും സദ്ദാം ഭരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ 979 മുതൽ 2003 വരെ ഭരണാധികാരിയാണ്. കുറച്ചു കാലം ഇരുമ്പറയിലാണെങ്കിൽ പോലും ഭരണാധികാരി എന്ന തലത്തിലാണ് ആരുള്ളത്? സദ്ദാം ഹുസൈനും ഉള്ളത്. ഈ രണ്ട് വ്യക്തികൾ 979 മുതൽ 2003 വരെ സദ്ദാം ഹുസൈൻ, ഏകദേശം 40 വർഷത്തിലെ കാലം മുഅമ്മർ ഗദ്ദാഫി. ഈ രണ്ട് വ്യക്തികളുടെയും കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം രാജ്യത്ത്, ഒരു ആഫ്രിക്കയിലോ അല്ലെങ്കിൽ ഏഷ്യയിലോ ഉള്ള ഒരു മുസ്ലിം രാഷ്ട്രത്തിന് ലഭിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സൗകര്യം അനുഭവിച്ച രാജ്യങ്ങളാണ് ആ രണ്ട് രാജ്യങ്ങളും. ഇപ്പോൾ സാക്ഷരതാ നിരക്ക് വർദ്ധിച്ചു, സ്ത്രീ ശാക്തീകരണം ഉണ്ടായി, മികച്ച റോഡുകൾ ഉണ്ടായി, മികച്ച പാലന്, സാമ്പത്തിക വളർച്ച വളരെ. ഇപ്പോൾ ഗദ്ദാഫി സ്വതന്ത്രമായി അവർ ഡോളറിന് പകരം ഒരു നാണയം, കറൻസി ഉണ്ടാക്കാൻ, ഇങ്ങനെ അവർക്ക് പലതിനും കഴിഞ്ഞു. അതായത് എക്കണോമിക്കലി അങ്ങോട്ട് വളരെ ഉന്നതമായി അങ്ങോട്ട് വളർന്നു, വലിയ ഗ്രോത്ത് സൊസൈറ്റിക്ക് ഉണ്ടായി. അതേസമയത്ത് ഏകാധിപത്യം അയാൾ നടത്തി. ഇപ്പോൾ കുർദിഷുകളെ ധാരാളമായി ചെയ്തു, അവരെ കൂട്ടക്കൊല നടത്തി, 5000 4000 ഒക്കെയുള്ള ആളുകളെ നിഷ്കരണം കൊലപ്പെടുത്തി സദ്ദാം ഹുസൈൻ. മറ്റൊരു ഭാഗത്ത് മുഅമ്മർ ഗദ്ദാഫി ഏകാധിപതികളാണ്. അവർക്കെതിരെ ആരെങ്കിലും ഒരു വാക്ക് ശബ്ദിച്ചാൽ നിഗൂഢമായ മരണങ്ങൾ സംഭവിച്ചു, കൊലപാതകങ്ങൾ, നിഗൂഢമായി ആൾ നിഷ്കാസിതരാകുക സൊസൈറ്റിയിൽ നിന്ന്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് ഇവർക്കെതിരെ സായുധ വിപ്ലവം നടത്തി. ഈ സായുധ വിപ്ലവത്തിന് അനന്തരഫലം ഇല്ല. ഇന്ന് ആ രാജ്യത്തിന് അരക്ഷവിതാവസ്ഥയാണ്. അതിന് ഒരു സമൂഹത്തിന് വേണ്ടത് ആ സമൂഹം സ്റ്റേബിളായി മുന്നോട്ട് വരാണ്. അക്രമിയായ രാജാവിനും ഏകാധിപതിയായ രാജാവിനും ഒരു തലത്തിൽ ഒരു സൊസൈറ്റിയെ സ്റ്റേബിളാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതേ സമയത്ത് സായുധ വിപ്ലവം ഒരു സമൂഹത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ ഇല്ലാതാക്കും. ഒരു സമയം കഴിയുമ്പോൾ ഏകാധിപതി സ്വാഭാവികമായി തറയപ്പോവും. ഒരു എന്താ പറയുക, ഒരു നാളികേരത്തിനൊരു ഡേറ്റ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് തെങ്ങ് കയറ്റക്കാരനെ കയറിയിട്ട് ഇവന് തെങ്ങിന് 40 ഉറുപ്പ്യ കൊടുക്കുന്നത്, അല്ലെങ്കിൽ 50 ഉറുപ്പ്യ കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് ക്ഷമിച്ചാൽ തെങ്ങ് കയറാതെ തന്നെ ഭൂമിക്ക് ഗുരുത്വാകർഷണം ഉള്ളതുകൊണ്ട് തേങ്ങ നേരെ നിലത്തെത്തും. അതത്ര തന്നെ ഭൂമിക്ക് ഇത് ഭൂമിയാണ്. KT മുഹമ്മദിൻ്റെ നാടകമാണെങ്കിൽ പോലും അതൊരു വല്ലാത്ത വാക്ക്. ഇത് ഭൂമിയാണ്, ഇത് ചരിത്രം അങ്ങനെയാണ്. അപ്പം ചരിത്രത്തിൻ്റെതായ സ്വഭാവമുണ്ട്. ഏകാധിപതിക്കും പിടിച്ചിക്കാൻ കഴിയില്ല.
ഏത് ഏകാധിപതി ആർക്കാണെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു സമയം കഴിഞ്ഞാൽ അവർ പുറത്തു പോകും. സായുധ വിപ്ലവങ്ങൾ സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റിയെ നശിപ്പിക്കും. അതിവൈകാരികത മനുഷ്യനെ സായുധ വിപ്ലവത്തിലേക്ക് നയിക്കും, അതിരാഷ്ട്രീയവാദവും നയിക്കും. നിലവിൽ ഞാൻ ഭയപ്പെടുന്നത് ഈ രണ്ടിനെയാണ്. അല്ല, ഏതൊരു ഏകാധിപതിക്കും തകർച്ച ഉണ്ടെന്ന്. ഈ തകർച്ചയും ഇതുപോലെ തന്നെ പിന്നെ ഇങ്ങനത്തെ സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകല്ലേ രാജ്യത്തെ അല്ലെങ്കിൽ ആ സൊസൈറ്റിനെ, അയാളുടെ തകർച്ച അങ്ങനെ കൊണ്ടുപോയിക്കോളും എന്നൊന്നുമില്ല. ഒരു ഏകാധിപതി സ്വാഭാവികമായി നിഷ്കാസിതനാവുമ്പോൾ അതിനെ താങ്ങി നിർത്താൻ ഒരു താൽക്കാലികമായൊരു പ്രശ്നമൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു സ്ഥിരമായ പ്രശ്നം ഉണ്ടാകൂല കുട്ടികളെ. ഞാൻ നിങ്ങൾക്ക് കാര്യം പറയാം. അപ്പോൾ 2006 പിന്നെ സദ്ദാം ഹുസൈൻ ഡിസംബറിൽ കൊല ചെയ്യപ്പെട്ടു. എല്ലാവരും വേദനിപ്പിച്ചു, എന്നെയും വേദനിപ്പിച്ചു. എന്നെ ഏറ്റവും വേദനിപ്പിച്ചത് ഒരു പെരുന്നാളിൻ്റെ സമയം. അപ്പോൾ അത് സദ്ദാം ഹുസൈൻ നല്ല ആളൊന്നും അല്ല, പക്ഷെ അതേ സമയത്ത് അതൊരു വല്ലാത്തൊരു വിഷമം എല്ലാവർക്കും ഉണ്ടായി. അതിന് പുറത്ത് അതിന് സമാനമായ ധാരാളം പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടായി. 2009 ഇറാഖിൽ ഇലക്ഷൻ നടന്നപ്പോൾ യഥാർത്ഥത്തിൽ നൂരിൽ മാലിക്കിയുടെ സർക്കാർ തോറ്റുപോയി. പക്ഷെ അമേരിക്ക പിന്നിൽ നിന്ന് കളിച്ചിട്ട് എന്ത് ചെയ്തു? നൂരിൽ മാലിക്കിയെ വീണ്ടും ഭരണത്തിൽ അധികാരത്തിൽ കൊണ്ടുവന്നു. ദെൻ എന്താ പിന്നെ എൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായത്? ഈ സദ്ദാമിൻ്റെ മരണം കൊണ്ടുവന്ന വേദനയും ഞങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്ന അരക്ഷിത ബോധവും എന്താ ഉണ്ടാക്കിയത്? അതിൻ്റെ ഉൽപ്പന്നമാണ് ISIS. നിങ്ങൾ എന്ത് പറഞ്ഞാലും വികാരപ്പുറത്തേക്ക് സമൂഹം പോകാൻ പാടില്ല, ഒരിക്കലും പോകാൻ പാടില്ല. ഞാൻ സാധാരണയായി ഞാൻ BJP-കാരനല്ല. അതേസമയത്ത് ശ്രീമാൻ നരേന്ദ്രമോദിയെ സോഷ്യൽ മീഡിയയിൽ അലക്കുന്നതിനും മറ്റും ഞാൻ എതിരാണ്. എന്തുകൊണ്ട്? അത് ഒരു സൊസൈറ്റിയെ വികാരപ്പുറത്തേക്ക് നയിക്കുകയും ഒരു സമൂഹത്തിനൊരു എന്തുണ്ടാക്കും? ഒരു രണ്ട് ധ്രുവീകരണം ഉണ്ടാക്കും. ഭരണാധികാരി പൊളിറ്റീഷ്യൻ ആവുന്നത് ഭരണാധികാരി ആകുന്നത് വരെ മാത്രമാണ്. ഭരണാധികാരി ആയിക്കഴിഞ്ഞാൽ ഭരണാധികാരി ഏകാധിപതിയാണെങ്കിലും ഭരണാധികാരിയാണ്. അയാളുടെ ഭരണം ഒരു സമൂഹത്തിന് മാത്രമേ ഗുണം ചെയ്തിട്ടുള്ളൂ എങ്കിലും സൊസൈറ്റി വളരെ സ്റ്റേബിളായി മുന്നോട്ട് പോകും. ഞാൻ എന്താ പറയുക, ഹുസ്നി മുബാറക്കിനെ അനുകൂലിക്കുന്ന ഒരാളല്ല. 30 വർഷത്തോളം ഹുസ്നി മുബാറക്ക് ഈജിപ്ത് ഭരിച്ചിട്ടുണ്ട്. ഹുസ്നി മുബാറക്കിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സാമ്രാജ്യത്വ ഭരണം നടത്തിയത്. അതിന് എതിരെ അവിടെ മുല്ലപ്പൂ വിപ്ലവം നടന്നു. മുല്ലപ്പൂ വിപ്ലവത്തിന് മുമ്പ് ഞാൻ ഈജിപ്തിൽ പലതവണ പോയിട്ടുണ്ട്, അതിന് ശേഷം പോയിട്ടുണ്ട്. ഇന്ന് ഈജിപ്ത് ദുരന്താണ്. അതായത് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇത്രയേറെ വില വർദ്ധിച്ച ഒരു നാടില്ല. അവശ്യ വസ്തുക്കൾ ജനങ്ങൾക്ക് കിട്ടാനില്ല. ഒരു സ്റ്റേബിളായി കൊണ്ടുപോകാൻ ഹുസ്നി മുബാറക്കിന് കഴിഞ്ഞു. പക്ഷെ ഒരു വിപ്ലവത്തിന് ശേഷം പലപ്പോഴും ഇത് കഴിയൂല. പലരും മുതലെടുക്കും. പുറത്തുള്ള ബാഹ്യശക്തികൾക്കും മുതലെടുക്കാൻ എളുപ്പമാണ്. എന്തുണ്ടായാൽ, വിപ്ലവം ഉണ്ടായാൽ. ഇന്ന് അവിടുത്തെ ജീവിതം ദുരന്താണ്. ഈജിപ്തിലെ ജീവിതം ദുരന്തമാണ്. ലിബിയയിലെ ജീവിതം ദുരന്താണ്. ഇറാഖിലെ ജീവിതം ദുരന്തമാണ്. അതുകൊണ്ട് അതിവൈകാരികതയിലേക്ക് സമൂഹം പോകാൻ പാടില്ല. അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന ആലി മുസ്ലിയാരാണെങ്കിലും ആലി മുസ്ലിം തെറ്റാണ്.